25 രൂപയുടെ കോയിൻ പോലിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. ഇനി ഇത് കറക്റ്റ് പ്രഷർ വരുമ്പോൾ ഇത് ഓപ്പൺ ആയി പോകത്തില്ല. പകരം എന്ത് ചെയ്യും, കുക്കറായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു 6 മാസം ഇല്ലെങ്കിൽ 1 വർഷത്തിലെങ്കിലും ഈ സാധനം ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെ റീപ്ലേസ് ചെയ്ത് നോക്കാം, അതിന് വലിയ ടൂൾസ് ഒന്നും വേണ്ട. ഈ 1 രൂപ മാത്രം എന്ത് ചെയ്യാൻ, ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പ്രഷർ കുക്കറാണല്ലേ. ഇതിൻ്റെ പേര് പറയുന്ന പോലെ ഇത് പ്രഷറിൽ കുക്കാവുന്ന സാധനമാണ്. സോ ഇതിനകത്ത് നിറച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഉണ്ടാവും. നോർമൽ എന്ത് ചെയ്യും, ആ പ്രഷർ ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞ പ്രഷറിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വെയിറ്റ് ഓപ്പണായി പ്രഷർ പുറത്തേക്ക് റിലീസ് ചെയ്യും. പക്ഷേ ഈ നോബിനകത്ത് എവിടെയെങ്കിലും ഫുഡ് വേസ്റ്റോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിനകത്തൂടെ പ്രഷർ പുറത്തേക്ക് വരാൻ പറ്റാതിരുന്ന എന്ത് ചെയ്യും, ഈ കുക്കർ നോർമലി പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ കമ്പനി ഒരു അഡീഷണൽ സേഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ പ്രഷർ സേഫ്റ്റി വാൽവ്. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ ലെഡിൻ്റെ പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ഓവർ പ്രഷർ വന്നു കഴിഞ്ഞതിനകത്ത് പറഞ്ഞതിൻ്റെ മുകളിൽ പ്രഷർ വന്നു ചെയ്യും, ഇത് ഓപ്പണായി ഇതിൽ കൂടെ പ്രഷർ പുറത്തേക്ക് റിലീസായി നമ്മുടെ സേവ് ചെയ്യും. നമ്മുടെ ലൈഫും നമ്മുടെ എക്യുപ്മെൻറ്റ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. പക്ഷേ കുറേ കാലം ഉപയോഗം കൊണ്ട് എന്ത് ചെയ്യും, ഈ കോട്ടിങ് അല്ലെങ്കിൽ ഈ ചെറിയ ഇത് ഹാർഡായി പോകും. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഹാർഡായി കഴിഞ്ഞ് എന്ത് ചെയ്യും, പിന്നെ ഇത് കറക്റ്റ് പ്രഷർ വരുമ്പോൾ ഇത് ഓപ്പൺ ആയി പോകത്തില്ല. പകരം എന്ത് ചെയ്യും, കുക്കറായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 6 മാസം ഇല്ലെങ്കിൽ 1 വർഷത്തിലെങ്കിലും ഈ സാധനം ഒന്ന് റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെ റീപ്ലേസ് ചെയ്ത് നോക്കാം, അതിന് വലിയ ടൂൾസ് ഒന്നും വേണ്ട. നമുക്കൊരു 1 രൂപ കോയിനോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂണിൻ്റെ എൻഡോ അതെന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇതിനെ ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ, ഈ 1 രൂപ മാത്രം എന്ത് ചെയ്യാൻ, ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇളക്കിയെടുത്താൽ താഴെയും മുകളിലും ഇതിങ്ങനെയാണ് ജോയിൻ്റ് ആയി വരുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് ജോയിൻ്റ് ആവുന്നത്. നമുക്കത് പുതിയതായിട്ട് വാങ്ങിച്ചു വരണം, ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഇളക്കിയെടുത്ത ശേഷം ഇവിടെ ഒരു വാഷറുണ്ട് കേട്ടോ, അത് കൊണ്ടുവന്ന് നോക്കിക്കോണം. ഇതിനകത്ത് വെച്ചിട്ട് പുറകിൽ ഇതിട്ട് കൈ കൊണ്ട് മുറുക്കാൻ അത്ര മാക്സിമം മുറുക്കിയിട്ട് അതേ 1 രൂപ കോയിൻ എടുത്തിട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യുമ്പം നിങ്ങൾ വാങ്ങാൻ സമയത്ത് നോക്കി വാങ്ങണം. ഇതുപോലൊരു വെട്ടമുള്ളത് തന്നെ വാങ്ങുക, അല്ലാതെ ചിലതിൽ ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്പാനറൊക്കെ പിന്നെ അന്വേഷിച്ച് നടക്കണം. അപ്പോൾ ഇത് വാങ്ങാൻ സമയത്ത് ഇതുപോലത്തെ വെട്ടമുള്ളത് തന്നെയാണോ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ 1 രൂപ കോയിനോ അല്ലെങ്കിൽ ഒരു തവിയുടെ ഇതൊക്കെ വെച്ച് നമുക്ക് നമ്മളെ സേവ് ചെയ്യാം. ഇത് അമ്മയ്ക്കും പെങ്ങന്മാർക്കും മാത്രമല്ല, ഇപ്പം നമ്മൾ ആണുങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. സോ ഈ വീഡിയോ മറ്റുള്ളവരുടെ ലൈഫും കൂടെ സേവ് ചെയ്യാൻ ഷെയർ ചെയ്യാം.